ഹലോ വെൽക്കം ഗായ്സ്. ഇന്ന് ഞങ്ങളുടെ ബാലിയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല റെഡി ആയി നിൽക്കുകയാണ്. ഒരു ബാലിയിൽ ഒരു സൈറ്റ് സീയിങ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അപ്പം ജസ്റ്റ് ഈ റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം നമ്മൾ ഡ്രൈവർ ന്യോമൻ അവിടെ താഴത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. അങ്ങനെ ഇതാ രാവിലെ തന്നെ ഫ്രഷായി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനിലേക്ക് എത്തിയിട്ടാണുള്ളത്. ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിത്തെ നല്ല സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ അടിച്ചതിന് ശേഷം രാവിലെ എന്ത് ഭക്ഷണമായിരിക്കും എന്ന് ഞാൻ പരാതിപ്പെട്ടിരിക്കുന്നു. കൊള്ളാം, എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല, നല്ല ഭക്ഷണമായിരുന്നു. അപ്പം ഒന്നും നോക്കില്ല, പ്ലേറ്റിലേക്ക് എല്ലാം എടുത്തിട്ട് അപ്പം നല്ല ഫുള്ളായിട്ട് ഒരു വൈക്ക് പോലല്ലേ, അപ്പം നല്ല ഫുള്ളായിട്ട് വയറങ്ങ് നിറച്ച് കഴിഞ്ഞിപ്പം നമ്മളെ ഡ്രൈവർ ന്യോമനെ കാത്തിക്കുക. നമ്മൾ എൻ്റെ ഇടയിൽ കൂടെ ഡ്രൈവർ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർ കഴിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ മൂപ്പർക്കൊരു പ്ലേറ്റിൽ നമ്മൾ പോയി കൊണ്ടു കൊടുത്തു. എന്നാലും അപ്പോൾ മൂപ്പർ വാങ്ങി കഴിക്കുകയും ചെയ്തിട്ടോ. സോ ഈസ് എ വെരി കൈൻഡ് പേഴ്സൺ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ പോകാൻ പോകുന്നത് അലോഹ ബാലി സ്വിങ്ങിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ബാലി അലോഹ സ്വിങ്ങിലെത്തി. പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫോണിൻ്റെ ചാർജും ക്യാമറേൻ്റെ ചാർജും കയറിപ്പോയി. അപ്പം ഇവിടെയുള്ള വീഡിയോസും കുറച്ച് ലാൻഡ്സ്കേപ്പിലൊക്കെ എടുക്കാനുള്ളത് കുറച്ച് ചാർജൊക്കെ തീർന്നു പോയപ്പം പിന്നെ കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ബാലി അലോഹ സ്വിങ്. പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഗേൾസിനൊക്കെ നല്ല നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇവിടെ കിട്ടും. സോ ഏത് വേണേൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതിനുള്ള എമൗണ്ട് അവിടെ കൊടുത്താൽ മതി. ഡ്രസ്സിംഗ് റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്വിങ്സ് ഉണ്ട് ഇവിടെ. അപ്പം കുറച്ച് എണ്ണം മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ വീഡിയോസ് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ ബാലി അലോഹ സ്വിങ്ങിൽ നിന്ന് നേരെ തീർത്ഥ എംബുളിലേക്ക് വന്നു. ഇതൊരു ഹിസ്റ്റോറിക്കൽ ടെമ്പിളാണ്. സോ ഇവിടെ എന്താ പറയുക, നമ്മൾ കയറുമ്പോൾ തന്നെ മുണ്ട് എടുത്തിട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. പ്രത്യേക വസ്ത്രങ്ങളുണ്ട് ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ മാത്രമേ അലൗഡ് ആക്കുള്ളൂ. പിന്നെ ലോക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാം. സോ ഞങ്ങളും ചെറിയ രീതിയിൽ അവിടുത്തെ കൾച്ചറിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു പൂജയും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചു. പിന്നെ ഇവിടെ ഒരു ഹോളി സ്പ്രിംഗ് വാട്ടർ ഉണ്ട്, ഒരു തീർത്ഥ ജലമുണ്ട് ഇവിടെ. അപ്പം ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എല്ലാ ഇപ്പം വെള്ളം ഫൗണ്ടൈൻ മാതിരി വരുന്നില്ല, അത് വെള്ളത്തിൽ നമ്മൾ പോയി തൊഴാനൊന്നും പാടില്ല. അതാണ് ഇവിടുത്തെ ആചാരം. അപ്പം ചില 3 ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ആ ഒരു ഫൗണ്ടൈനുമായിട്ട് ഇതിൽ നമ്മൾ ചില 3 അങ്ങനത്തെ ഇതിൽ മാത്രം പോയിട്ടേ തൊടാനൊക്കെ പാടുള്ളൂ. അതിൽ മുങ്ങി കുളിക്കാൻ പാടുള്ളൂ. മറ്റേതിൽ കുളിച്ചാൽ ദോഷം, അങ്ങനെയൊക്കെ ഇവിടുത്തെ ആചാരം അനുസരിച്ച് അങ്ങനെയാണ്. സോ ഞങ്ങൾ അവരുടെ ആചാരത്തിനെയും കൾച്ചറിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് അതിൽ പോയിട്ട് മുങ്ങി കുളിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ സാരി ടെമ്പിളിൽ പോകണമെന്നുള്ളത്. അമ്മുവിൻ്റെ മാത്രമല്ല എൻ്റെയും കൂടി ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കിത് കാണുന്നവരെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു ഡിസ്നി ലാൻഡിലൊക്കെ പോയ പോലെ, നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലം. ശരിക്കും ഇത് ഈവനിങ് ആണ് നമ്മൾ രസം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷേ രാത്രിയും നൈറ്റ് അതിലേറെ രസമുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നല്ല ഫൗണ്ടൈന്, പിന്നെ അതുപോലെ തന്നെ കുറേ ഫോക്സൊക്കെ വരുന്ന മാതിരത്തെ സ്ഥലം, പിന്നെ കുറേ ഭയങ്കര ഗ്രീനറി ആയിട്ട് ഒരു ഗാർഡൻ, ഒരു ഡിസ്നി വേൾഡ് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. സോ ഇവിടെ ലേഡീസിനും ഗേൾസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. പ്രത്യേകിച്ച് അമ്മു റീലിനൊക്കെ വേണ്ടിയിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു. സോ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു. അവിടെ ഓരോ ഫോട്ടോഗ്രാഫീസിനെ ഭയങ്കര അടിപൊളി തന്നെയാണ്. അവർക്ക് കുറേ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പലതരത്തിൽ പല ആംഗിളിലും നല്ല നല്ല റീൽസൊക്കെ എടുക്കാനൊക്കെ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. സോ 2-3 കോസ്റ്റ്യൂമിലൊക്കെ അമ്മ ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു നൈറ്റ് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി നേരെ ഫുഡ്, അങ്ങനെ കുറേ ചുറ്റിക്ക് ഇറങ്ങി വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ചൈനീസ് ആണോ ബാലീസിൻ്റെ ആണോ എന്നറിയില്ല. എന്തായാലും നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. അധികം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ തന്നെയാണ് ഇവിടെ. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, എന്നിട്ട് നല്ല ക്വാളിറ്റി ഫുഡ്സുമാണ്.
പിന്നെ ഇവിടുത്തെ സ്റ്റൈലിലുള്ള ഫുഡാണ് നമുക്ക് കഴിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ഈ നാട്ടുകാരുടെ ഫുഡല്ലേ നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇവിടുത്തെ ഫുഡിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഇവിടെ ചോറൊക്കെ തന്നെ ഉണ്ട് കഴിക്കുക. ചോറിൻ്റെ കൂടെ കിട്ടുന്ന ഉപ്പേരി കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സമയം അതൊക്കെ തന്നെ ഇവിടെയും ഉണ്ട്. പക്ഷേ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. കുറച്ചുകൂടെ ഒരു സ്പൈസി ആൻഡ് സോറായിരിക്കും ഇവരുടെ ഓരോരോ ഡിഷസിനും ഉണ്ടാവുക. രാത്രി 2 മണിക്ക് ഞാൻ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ഹോട്ടൽ അപ്പോൾ ഇത് ഞങ്ങൾ ഡേ 3 ആണ്. രാവിലെ എണീച്ചിട്ട് നമ്മൾ നുസ പെനിയുടെ ഐലൻഡിലേക്ക് പോവാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, സ്വാഭാവികം എന്നുള്ള പോലെ തന്നെ. അങ്ങനെ നുസ പെനിയുടെ ഐലൻഡിലേക്ക് പോകുന്ന ഹാർബറുണ്ട് നമ്മളെ ബാലിയിൽ, സനൂർ എന്ന് പറഞ്ഞ ഹാർബറുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നുസ പെനിയിലേക്ക് ബോട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയായിട്ടത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല എന്നാണ് നമ്മുടെ ഡ്രൈവർ നോമാൻ നമ്മളോട് പറഞ്ഞത്. അപ്പം വഴിയരികിൽ കുറച്ച് ക്യാപ്പൊക്കെ വെക്കുന്നുണ്ട്. അപ്പം നല്ല വെയിലുണ്ടാവും അവിടേക്ക്. നമ്മൾ നുസ പെനിയുടെ ഐലൻഡിൽ കുറച്ച് നടക്കേണ്ട കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ 2 ക്യാപ്പ് വാങ്ങാണ്ട് പോകാൻ നടക്കില്ല. അപ്പം മൂപ്പർക്ക് അറിയുന്ന ഏതൊരു പെണ്ണുങ്ങളാണ് തോന്നുന്നുണ്ട്. നമ്മളോട് ബാലി ഭാഷയിൽ എന്തൊക്കെ പറഞ്ഞു, ഇന്തോനേഷ്യൻ ഭാഷയിൽ. അങ്ങനെ 2 ക്യാപ്പ് വാങ്ങി. ഈ നോമാൻ ഇട്ടിരിക്കുന്ന ക്യാപ്പ് എനിക്കുള്ളതാട്ടോ. അങ്ങനെ അമ്മ ഒരു ക്യാപ്പ് വാങ്ങി, ഞാനൊരു ക്യാപ്പ് വാങ്ങി. ക്യാപ്പിൻ്റെ പൈസ എത്രയാണെന്നറിയോ? 4 ലക്ഷം IDR. ഞെട്ടണ്ട, 4 ലക്ഷം IDR നാട്ടിലെ ഒരു എത്ര ഉണ്ടാവും, ഒരു 2000 ഉറുപ്പിക ഉണ്ടാവും. ബോട്ട് നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. നല്ല സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. അവിടെ അങ്ങ് കാണുന്ന ദ്വീപുണ്ട്, കാണുന്നുണ്ടോ? അവിടെ കാണുന്ന ദ്വീപിലേക്ക് നമുക്ക് പോകേണ്ടത്. ഓക്കെ, അതാണ് നുസ പെനി. അവിടെയാണോന്ന് അറിയില്ല, പോയി നോക്കാം. അതിൽ അങ്ങനത്തെ ഒരു ദ്വീപാണ്. അങ്ങനെ ഞങ്ങൾ എത്തി. സായിപ്പ് കയറൊക്കെ പിടിക്കുന്നുണ്ട്. വിളിച്ചു കെട്ടാൻ പോവാണ് ബോട്ട്. അങ്ങനെ ഞങ്ങൾ നുസ പെനിയുടെ ഹാർബറിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് വേറൊരു ഡ്രൈവർ കേട്ടോ. അപ്പം മൂപ്പരെയും കൂട്ടിയിട്ട് നമ്മൾ ഒരു ബീച്ചിലേക്ക് പോവാം. ഡയമണ്ട് ബീച്ച്, പിന്നെ റുമാപ്പോഹ. അത് 2 അടുത്തടുത്ത സ്ഥലങ്ങളാണ്. കുറേ ബീച്ചസ് ഉണ്ട് ഇവിടെ. പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ നല്ലൊരു ബീച്ച് സെലക്ട് ചെയ്ത് അവിടെ പോകുന്നത്. അപ്പം പോകാൻ ഇവിടെ ചെറിയ ചെറിയ വഴികളാണ്, കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട്. പക്ഷേ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, ഒരു കോസ്റ്റൽ ഏരിയ ആണല്ലോ, ഒരു ഐലൻഡാണല്ലോ. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ ഈ ഐലൻഡിൽ. ബാലി വലിയ കുഴപ്പമില്ലേനു, പക്ഷേ ഐലൻഡിലേക്ക് വരുമ്പം ചൂട് കൂടുതലാണ്. നമ്മൾ നുസ പെനിയുടെ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് എഞ്ചലിനോ, ക്രിസ്റ്റൽ ബേ, അങ്ങനെ ബ്രോക്കൺ ബീച്ച്, അങ്ങനത്തെ കുറച്ച് ബീച്ചസ് ആയിരുന്നു. സോ നമുക്ക് 1:30 ഇവിടുന്ന് റിട്ടേൺ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ആ ബീച്ചിലൊന്നും കവർ ചെയ്യുന്നില്ല. നമ്മൾ മെയിൻലി ഡയമണ്ട് ബീച്ചിലും റുമാപ്പോഹയിലും മാത്രമാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതിനു മുമ്പ് എനിക്ക് റുമാപ്പോഹയിൽ എത്തിയിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഡയമണ്ട് ബീച്ചിലേക്ക് പോകും. പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് 1 hour അവിടെ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. രണ്ട് ബോത്ത് സൈഡ് 1 hour സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡ്രൈവർ ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. പക്ഷേ അത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ അതും കേട്ടിങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ രസമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, ആ പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, ഫുള്ള് ബീച്ചിൻ്റെ അടുത്ത് കൂടിയായിട്ടാണ് പോകുന്നത്.
നമ്മുടെ ജഗതി പറഞ്ഞ പോലെ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ പറഞ്ഞ പോലെ ഈ ഐലൻഡ് മൊത്തം കടലാണല്ലോ എന്ന് ഞാൻ പറയാം. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ചെറുതായിട്ട് ഉറക്കം വരുന്ന മാതിരിയൊക്കെ ഉണ്ട്. കുറേ കണ്ട കാഴ്ച തന്നെ അങ്ങനെ കാണുന്നത്. കടലിൽ തന്നെ കടൽ. അമ്മ ഇങ്ങനെ സെൽഫി വീഡിയോ എടുത്ത് ഐലൻഡിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഷീ ഈസ് കോൺഫിഡൻറ്റ് ടു വെയർ വെറൈറ്റി ഡ്രസ്സസ്. അങ്ങനെ അങ്ങനെ ഒരു ചെറിയ ചെറിയ വഴികളാട്ടോ ഇവിടെയൊക്കെ. ഇയാളെ നല്ല സ്പീഡിലെടുക്കുന്ന ഡ്രൈവർ, ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടാവും, ഡെയിലി പോകുന്നുണ്ടാവും ഓരോ ടൂറിസ്റ്റേഴ്സിനെയും കൊണ്ടിട്ട്. പക്ഷേ ഒരു നല്ല സ്പീഡിലെടുക്കുന്നത് വണ്ടിയൊക്കെ. അങ്ങനെ അങ്ങനെ കുന്നും മലയൊക്കെ കയറി ഞങ്ങൾ ഒടുവിൽ നുസ പെനിഡ ഐലൻഡ് അടുത്തെത്തി. അവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. വലിയ റെസ്റ്റോറൻ്റ് ഒന്നല്ല, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു വിഷമം എന്താ പറയുക, ഇത് നല്ല സോങ് ഇട്ടിട്ടുണ്ട്. ബാലി സോങ്സ് ഇവരിടുന്നുണ്ട്, ഇന്തോനേഷ്യൻ സോങ്സ്. നല്ല മൈൻഡ് റിലാക്സിങ് സോങ്സ് ആണത്. അത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് നന്നായിട്ടുണ്ട്. നല്ല ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മൈൻഡ് റിലാക്സ് ആകും ആ സോങ്സ് ഇവരുടെ. അങ്ങനെ ഇത് കാർ പാർക്കിംഗ് ആട്ടോ, നുസ പെനിഡ ഐലൻഡിൻ്റെ കാർ പാർക്കിംഗ് ആണ്. ഓക്കെ, ഇതിലൂടെയൊക്കെ ഇറങ്ങി പോകണം എന്ന് തോന്നുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇറങ്ങി ചെല്ലാനുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ പ്ലേസ്. കുറേ ഇറങ്ങി ചെല്ലാനുണ്ടെങ്കിലും യെസ്, മേലെ നിന്നൊക്കെ ഇറങ്ങി ചെല്ലുമ്പം ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും ട്രക്കിങ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇന്നലെ ഒരു ത്രില്ലുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ കല്ലും മുള്ളൊക്കെ ചവിട്ടി ഒന്നുമില്ല കേട്ടോ, നല്ല സ്റ്റെപ്സൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ഇറങ്ങാനുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. സോ ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇതിൻ്റെ മേലേക്ക് കയറി ചെല്ലാം. അങ്ങനെ ഞങ്ങൾ ആ ഷെഡിൻ്റെ മേലേക്ക് കയറി ചെന്നിട്ടോ. അവിടേക്ക് അങ്ങനെ ആരും കയറുന്നില്ല. പക്ഷേ നമ്മൾ മലയാളികളാണല്ലോ, ഇങ്ങനത്തെ ഓരോ സാഹസങ്ങളിലൊക്കെ നമ്മൾ മുതിരല്ലോ. അങ്ങനെ മേലേക്ക് കയറി ചെന്നിട്ട് അവിടുന്ന് 2 സ്ലോ മോഷൻ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറി തൊട്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള നുസ പെനിഡ ഐലൻഡിലെത്തി. അപ്പം ഇതാ അവിടെ എവിടേക്കോ പോകുന്നുണ്ട് നടന്നിട്ട്. ഐസ്ക്രീം കഴിക്കാനാണ് തോന്നുന്നുണ്ട്, നല്ല ചൂടാണല്ലോ. അങ്ങനെ നുസ പെനിഡ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാട്ടോ. ഉച്ചയ്ക്ക് 2:30 വണ്ടി പിടിക്കാമെന്ന് വെച്ചിട്ട് പോകുന്നത്. പക്ഷേ 4:30 ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. 4:30 ബോട്ട് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ നമ്മുടെ ഡ്രൈവർ നേരത്തെ അർജൻറ്റ് ആക്കുന്നുണ്ടായിരുന്നു. കാരണം 4:30 ബോട്ട് മിസ്സായ പിന്നെ വണ്ടിയില്ല, പിന്നെ പിറ്റേ ദിവസമേ വണ്ടിയുള്ളൂ. ഹായ്.